നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശി നിങ്ങൾക്ക് പുതിയൊരു വീടുണ്ടാക്കി തരാം. സത്യമാണോ? സത്യം. ഞാനും കൂടാ. കൂട്ടത്തില് ഒരു മാനത്തെ കൊട്ടാരത്തിന്റെ കഥയും പറഞ്ഞു തരാം. അന്ന് മാധവേട്ടന് എന്ത് പേടിയായിരുന്നു. സത്യം, ഭയമായിരുന്നു. നിന്റെ അച്ഛനെയും ചേട്ടനെയും ഒക്കെ സ്വപ്നത്തിൽ കണ്ട് ഭയന്ന് എത്ര രാത്രികള് ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്നറിയോ? എനിക്കാരും പേടിയില്ലായിരുന്നു. ദേ, ആ കടല് കണ്ടില്ലേ? അത്രത്തോളം സ്നേഹമായിരുന്നു എനിക്ക് മാധവേട്ടനോട്. അതെ, ഈ പ്രേമമുണ്ടല്ലോ, അത് പുരുഷനെ ഭീരുവും സ്ത്രീയെ ധൈര്യശാലിയുമാക്കി മാറ്റുന്ന. ആ ദേ, ഇതാണ് ഞാനും കൂട്ടര് സ്ഥിരമായിട്ട് ചായ കുടിക്കാറുള്ള സ്ഥലം. ആഹാ, മാധവേട്ടൻ എനിക്കൊരു ചായ ഓഫർ ചെയ്തിട്ടുണ്ടേ. നമ്മള് ചായ കുടിക്കാൻ പോവാ. ആ ചേട്ടാ, വന്നാട്ടെ. കടുപ്പത്തിൽ 2 ചായ. 2 ചായ. എന്താ മാധവേട്ട എന്നെയും കൂടെ ഒപ്പം കൂട്ടിയത്? ശുദ്ധമായി ശ്വസിക്കാനും 4 ആളെ കാണാനും ആണെന്നൊരു കാരണം പറഞ്ഞു. എന്നാലും അതല്ല, മറ്റെന്തോ ഉണ്ട്. നമ്മൾ ഒരുമിച്ച ജീവിതയാത്ര തുടങ്ങിയത്. അന്ന് നമുക്ക് കൂട്ടിന് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വസന്തയും പ്രകാശം വന്നു. അത് കഴിഞ്ഞിട്ട് വന്ദനയും മനോജും വർഷയും. സാമാന്യം വലിയ കൂട്ടുകുടുംബമായി. റിട്ടയർമെന്റ് ആയപ്പോഴാ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. എനിക്കൊപ്പം നീ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അവരുടെ സ്വപ്നങ്ങളുമായിട്ട് അവരുടേതായ വഴിക്ക് പിരിഞ്ഞുപോയി. അങ്ങനെയൊന്നും ചിന്തിക്കരുത് മാധവേട്ട. നമ്മുടെ മക്കളൊക്കെ ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ സങ്കടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരും നമ്മളോടൊപ്പം വരും, നമ്മളോടൊപ്പം നിൽക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. ഇതാ. സാധാരണ സാറ് കൂട്ടുകാരുമായിട്ടാണല്ലോ നടക്കാൻ വരാറുള്ളേ. ഇന്നെന്താ പതിവില്ലാതെ വീട്ടുകാരിയും കൂടെ കൂട്ടിയത്? ഓ, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. മാധവൻ സാറിന്റെ വരവ് എനിക്കറിയാം. വീട്ടുകാരിക്ക് മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ ഇനിയും ഇടാം. ഏയ് വേണ്ട വേണ്ട, രാമകൃഷ്ണൻ നിശ്ചയിക്കുന്ന മധുരം അത് കറക്റ്റ് തന്നെ ആയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ അച്ഛന്റെയും ചേട്ടന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. അതുപോലെ ഇപ്പോഴും ഞാൻ നിന്നെ വിളിച്ചിറക്കട്ടെ. അന്നൊരു പുതിയ ജീവിതം ആരംഭിച്ച പോലെ ഇന്നും നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചൂടെ? സമാധാനവും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും മാത്രമുള്ളൊരു ജീവിതം. എന്ത് ഭ്രാന്തായി പറയുന്നത്? അന്ന് അച്ഛനെയും ചേട്ടനെയൊക്കെ ഉപേക്ഷിച്ചു വന്ന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? 5 മക്കളെയും ഉപേക്ഷിച്ച് ഇനി പുതിയൊരു ജീവിതം തുടങ്ങാനോ? അന്ന് എന്റെ പ്രവൃത്തി മൂലം തളർന്നുപോയ അച്ഛന്റെ വേദന ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ദിവസവും അതോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. മക്കളെ ഉപേക്ഷിച്ച് ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇനി അങ്ങനെ ഒരു ചിന്തയെ പാടില്ല മാധവേട്ടന്. സാറേ, ഇന്ന് പൈസ വേണ്ട. ആദ്യ സാറിന്റെ വീട്ടുകാരി ആദ്യമായിട്ട് വന്നതല്ലേ? അങ്ങനെയൊന്നും വേണ്ട. അത് പറ്റില്ല. ഇന്നത്തെ ചായ എന്റെ വക ഫ്രീ. അതൊന്നും വേണ്ട ഏട്ടാ. പറ്റത്തില്ല, ഇന്നത്തെ ചായ എന്റെ വക ഫ്രീ ആന്നേ. എന്നാ ശരി. നല്ല ചായ ആയിരുന്നു കേട്ടോ. സന്തോഷം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മാധവേട്ടൻ എന്താ നോക്കുന്നത്? ദേ അത് നോക്ക്.
നല്ല രസമുണ്ടല്ലേ മാധവേട്ട? ഉം. അവര് കളിവീടുണ്ടാക്കുക. ഉം. ചന്ദ്രു, നീ ശ്രദ്ധിച്ചില്ലേ? പറക്കമുറ്റാത്ത ഈ പ്രായത്തിലെ ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നം ഒരു വീടാ. വാ ചന്ദ്രു, നമുക്ക് അങ്ങോട്ട് പോവാം. ഉം. അവരേതോ സ്വപ്ന ലോകത്തിലാണ്. നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിലൊന്ന് മാധവൻ നായരും മറ്റേത് ചന്ദ്രികയല്ലേ? അതെ, ഭാര്യ ഭർത്താക്കന്മാരെന്ന അവരുടെ വിചാരം. സ്വന്തമായൊരു വീട് വയ്ക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാ അവര്. അയ്യോ, അത് പൊളിഞ്ഞു പോയി. ശോ, നീ കരയാതെ, നമുക്ക് വരെ ഉണ്ടാക്കാം. നമ്മുടെ സ്വപ്നക്കൊട്ടാരം പോലെ അതും പൊളിഞ്ഞു അല്ലേ ചന്ദ്രു? കരയാതെ, നമുക്ക് വേറെ ഉണ്ടാക്കാം. നീ വാ. മോളെ, എന്തിനാ കരയുന്നേ? ഞങ്ങളുടെ വീട് പൊളിഞ്ഞു പോയി മുത്തശ്ശി. അത്രേ ഉള്ളോ? മുത്തശ്ശി നിങ്ങൾക്ക് പുതിയൊരു വീടുണ്ടാക്കി തരാം. സത്യാണോ? സത്യം. ഞാനും കൂടാ. കൂട്ടത്തില് ഒരു മാനത്തെ കൊട്ടാരത്തിന്റെ കഥയും പറഞ്ഞു തരാം. അത് കൊള്ളാം. ഒരിടത്ത് ഒരു വലിയ കൊട്ടാരമൊക്കെ ഉള്ള ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഒരു പാവൻ രാജകുമാരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.